അപ്പോൾ ഇത്രയുമാണ് ഏതെന്ന് പറയുന്നത് മെക്കാനിസം ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഹാസ് 4 മെയിൻ ആസ്പെക്ട്സുകൾ എന്ന് പറയുന്നത്. സ്കീമ ഓർ സ്കിമാറ്റ, അസിമിലേഷൻ, അക്കോമഡേഷൻ, ഈക്വിലിബ്രേഷൻ. അപ്പോൾ മറ്റൊരു പോയിന്റ്സ് കൂടി ഇതിൽ നമ്മൾ ഓർക്കാവുന്നതാണ്. എന്തെന്ന് പറയുന്നത് ഹി എക്സ്പ്ലെയിൻസ് നോളജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, അറിവുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്ന് പറയുന്നത് ആസ് എ പ്രോസസ് ഓഫ് ഈക്വിലിബ്രേഷൻ യൂസിങ് 2 മെയിൻ കോൺസെപ്റ്റ്സുകൾ എന്നുള്ളതാണ്. ആസ് എ പ്രോസസ് ഓഫ് ഈക്വിലിബ്രേഷൻ യൂസിങ് 2 മെയിൻ കോൺസെപ്റ്റുകൾ, പ്രധാനപ്പെട്ട 2 കോൺസെപ്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് നോളജ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഒരു നോളജ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഈക്വിലിബ്രേഷൻ എന്നുള്ളതിൽ നോളജ് ഡെവലപ്പ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട 2 കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഏതൊക്കെയാണ് 2 കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? ഒന്ന് അസിമിലേഷനും മറ്റൊന്ന് അക്കോമഡേഷനും എന്നുള്ളതാണ്. ആ ഒരു പോയിന്റ്സ് കൂടി നമ്മൾ ഇതിന് ചോദ്യോത്തരവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? പിയാഷെയുടെ പ്രധാനപ്പെട്ട 2 ആസ്പെക്റ്റുകളെ കുറിച്ചാണ്. പിയാഷെയുടെ തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട 2 ആസ്പെക്റ്റുകളെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ ആസ്പെക്ട് ആണ് എന്ന് പറയുന്നത് ദ മെക്കാനിസം ബൈ വിച്ച് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് എന്നുള്ളത്. ഓക്കെ, രണ്ടാമത് എന്താണെന്ന് പറയുന്നത് ദ 4 മെയിൻ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ത്രൂ വിച്ച് ചിൽഡ്രൻ പാസ് ആസ് ഡിസ്ക്രൈബ്ഡ് ബിലോ എന്നുള്ളത്, എബോവ് എന്നുള്ളത് മുമ്പ് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ. അതിൽ മെക്കാനിസം ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സ് 4 ഭാഗങ്ങൾ, മെക്കാനിസം ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സിന്റെ 4 മെയിൻ കോമ്പണൻസുകളാണ് ഏതെന്ന് പറയുന്നത് സ്കീമ, assimilation of knowledge, accommodation of knowledge, equilibration of knowledge. അപ്പോൾ ഇത്രയുമാണ് ഏതുമായി ബന്ധപ്പെട്ട് പിയാഷെയുടെ തിയറിയുടെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളെ കുറിച്ച്, 2 പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകളെ കുറിച്ച്. അവയുമായി ബന്ധപ്പെട്ട് പല സബ് പോയിന്റ്സുകളുണ്ട്. ആ പോയിന്റ്സുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ പഠിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചെടുക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പിയാഷെയുടെ, ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു മേഖലയാണ് പിയാഷെയുടെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, only education is capable of saving our societies from possible collapse, whether violent or gradual. Who opinion this? ആരാണിത് ഒപ്പീനിയൻ ചെയ്തത്? only education is capable of saving our societies from possible collapse, whether violent or gradual. ഗ്രാജുവലി നടക്കുന്നതോ വയലന്റ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പല കൊളാപ്സുകൾ കൂടി ചേർന്നിട്ട്, സമൂഹത്തിൽ നിന്നുള്ള പല കൊളാപ്സുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ എൻവിറോൺമെന്റിൽ നിന്നുമാണ് കോഗ്നിഷൻ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം എടുത്ത് പറയുന്നത്. അപ്പോൾ ആരാണത്? ജീൻ പിയാഷെ ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റേജ്, ദ സ്റ്റേജ് തിയറി ഈസ് ലേണിംഗ് വാസ് ഡെവലപ്ഡ് ബൈ. ആരാണ് സ്റ്റേജ് തിയറി? ഇദ്ദേഹത്തിന്റെ പേരിന് മറ്റൊരു പേരും കൂടി സ്റ്റേജ് തിയറി എന്നാണ് പറയുന്നത്. പിയാഷെയുടെ, ജീൻ പിയാഷെയുടെ തിയറിക്ക് മറ്റൊരു പേര് എന്ന് പറയുന്നത് സ്റ്റേജ് തിയറി. അദ്ദേഹത്തിന് സ്റ്റേജ് തിയറി എന്ന് പറയാൻ കാരണം ഇത്രയും സ്റ്റേജുകൾ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ എന്താണ്, ഡെവലപ്മെന്റൽ സ്റ്റേജസിനെ ആണെങ്കിലും സെൻസറി മോട്ടോർ സ്റ്റേജുകൾ മുതൽ പിന്നെ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് വരെയുള്ളതും, അതേപോലെ തന്നെ എന്താണ് പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഭാഗമാണെങ്കിലും സ്കീമ, പിന്നെ അതേപോലെ തന്നെ അസിമിലേഷൻ, അക്കോമഡേഷൻ ആൻഡ് ഈക്വിലിബ്രേഷൻ എന്നുള്ള ആ സ്റ്റേജ് ആണെങ്കിലും സ്റ്റേജ് തിയറി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ തിയറിക്ക് പറയുന്നത്. അതാണ് പിയാഷെയുടെ. The next one, it is discovered the roots of the different varieties of knowledge since its elementary terms following to the next level, including also the scientific knowledge. Piaget refers this about എന്തിനെ കുറിച്ചാണ് ഈ രീതിയിൽ അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ളത്? It is a discovering the roots of the different varieties of knowledge. It is discovering the roots of different varieties of knowledge since its elementary terms following to the next level, അടുത്ത ലെവലിലേക്ക്, including also the scientific knowledge. Scientific knowledge അടക്കം അതിനെയാണ് എന്ന് പറയുന്നത് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. അസിമിലേഷനോ കൺസ്ട്രക്ഷൻ നോളജോ അക്കോമഡേഷൻ നോളജോ ഒന്നുള്ളതിനേക്കാൾ ഉപരി ഇതിനെ മൊത്തത്തിൽ പറയുന്ന ആ തിയറിക്ക് പറഞ്ഞ പേരാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. അവയെല്ലാം ഉൾപ്പെട്ടുകൊണ്ടാണ് ഏതിൽ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ഡിസ്കവറിംഗ് ദ റൂട്ട്സ് ഓഫ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് നോളജ് സിൻസ് ഇറ്റ് ഈസ് elementary terms മുതൽ ഫ്രം ടു ദി following to the next level, including also the scientific knowledge. അവസാന ഘട്ടം വരെ വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണെന്ന് പറയുന്നത് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നുള്ള അദ്ദേഹത്തിന്റെ തിയറി. Okay, the next one, a child instinct that the sun is alive because it's come up in the morning and goes down in the evening. The child's operation are based on a simple cognitive schema that. എന്താണ് cognitive schema? സിമ്പിൾ ആയിട്ട് cognitive schema എന്താണ്? ഒരു ചൈൽഡിനെ സംബന്ധിച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള cognitive schema. A child insists that the sun is alive because it comes up in the morning and goes down in the evening. പിന്നെ രാവിലെ ഉദിക്കുകയും ചെയ്യും, രാത്രി പിന്നെ അസ്തമിക്കുകയും ചെയ്യും, വൈകുന്നേരം അസ്തമിക്കുകയും ചെയ്യും എന്നുള്ള ആ ഒരു സിമ്പിൾ കോഗ്നിഷൻ എന്ന് പറയുന്നത്, സിമ്പിൾ സ്കീമ എന്ന് പറയുന്നത് എന്താണ്? മൂവിങ് തിങ്സ് വിൽ
മൂവ് ഓൺ എന്നുള്ളതാണോ, മൂവിങ് തിങ്സ് ആർ ലൈവ് എന്നുള്ളതാണോ, ലൈവ് തിങ്സ് വിൽ മൂവ് എന്നുള്ളതാണോ, മൂവിങ് തിങ്സ് വിൽ സ്റ്റോപ്പ് മൂവിങ് അറ്റ് ദി എൻഡ് എന്നുള്ളതാണോ? ഇതിലേതാണ് വരുന്നത്? മൂവിങ് തിങ്സ് ആർ ലൈവ് എന്നുള്ളത് മാത്രമാണ് ആ കോഗ്നിറ്റീവ് സ്കീമയിൽ ബേസിക് ആയിട്ട് വരുന്നത്. അക്കോർഡിംഗ് ടു പിയാഷെ സ്കിമാറ്റ എക്സിസ്റ്റ് ഈവൻ അറ്റ് ദി ടൈം ഓഫ് ഡാഷ്. അക്കോർഡിംഗ് ടു ദി പിയാഷെ സ്കിമാറ്റ എക്സിസ്റ്റ് ഈവൻ അറ്റ് ദി ടൈം ഓഫ് കോൺസെപ്ഷൻ ആണോ, കൺസെപ്ഷൻ തന്നെയാണോ, കൺസെപ്ഷന്റെ സമയത്താണോ, ബർത്ത് സമയത്താണോ, അറ്റ് സെൻസറി മോട്ടോർ സ്റ്റേജ് ആണോ, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്? ഇത് നമ്മൾ മെൻഷൻ ചെയ്യാത്ത കാര്യമാണ്. ഈ ചോദ്യത്തിലെ ആൻസർ എന്ന് പറയുന്നത് കൺസീവ് ചെയ്യുന്ന സമയം മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്കിമാറ്റ എക്സിസ്റ്റ്, ആ ഒരു സമയത്ത് തന്നെ സ്കിമാറ്റ ഉണ്ട് എന്നുള്ളതാണ്. അമ്മയിൽ നിന്ന് തന്നെ സ്കിമാറ്റ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. Okay, the next one, schemata are subjected to modification. An example of this. Schemata are subjected to modification. An example of this. A child knows that mother is affectionate. The child modifies that affection as emotional and environmental. The child modifies the schema when he goes to school as affection from friends. ഏതാണ്? ഇതിനെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളായിട്ട് എടുത്തു പറയാവുന്നതാണ്. Then the highest order of schema is, highest order of schema behavioral schema ആണോ, symbolic schema ആണോ, operational schema ആണോ, none of these ആണോ? Behavioral ആണോ, symbolic ആണോ, operational ആണോ? highest schema എന്ന് പറയുന്നത് ഏതാണ്? Operational schema ആണ്. Then schemata are constantly being revised and elaborated upon each time the child encounters new experiences. This statement is true or false or partially. Schemata are constantly being revised. Schemata are constantly being revised and elaborated upon each time the child encounters new experiences. എന്തെന്നെയാണ്? ശരിയാണ്. പുതിയ എക്സ്പീരിയൻസുകൾ നേടുന്നതിനനുസരിച്ച് ഒരു കുട്ടിയുടെ സ്കിമാറ്റയെ റിവൈസ് ചെയ്യുകയും അത് എലാബറേറ്റ് ചെയ്യുകയും അത് മോൾഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് അത് സംഭവിക്കുകയും ചെയ്യുന്നു. എന്തെന്നെയാണ്? ശരിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. Then assimilation means gathering information എന്നുള്ളതാണോ, പ്രോസസ് ഇൻഫോർമേഷൻ എന്നുള്ളതാണോ, ഇൻകോർപ്പറേഷൻ ഓഫ് ഇൻഫോർമേഷൻ എന്നുള്ളതാണോ, ഇന്റർപ്രറ്റിംഗ് ഓഫ് ഇൻഫോർമേഷൻ എന്നുള്ളതാണോ? അസിമിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇൻകോർപ്പറേഷൻ ഓഫ് ഇൻഫോർമേഷൻ. The next one, when the existing cognitive structure undergoes changes and modifications to incorporate new information, we call it as എന്താണ്? When the existing cognitive structure undergoes changes, existing cognitive structure undergoes changes and modifications to incorporate new information. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന പേരാണ് എന്ത്? ഇവിടെ നമുക്ക് മോഡിഫിക്കേഷൻ തന്നിട്ടുണ്ട്, ആണോ? അല്ല. അക്കോമഡേഷൻ, റീഓർഗനൈസേഷൻ, ഇക്വിലിബ്രേഷൻ, ഏതാണ്? ഈ സെന്റൻസ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആണ്. എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ അണ്ടർഗോസ് ചേഞ്ചസ് ആൻഡ് മോഡിഫിക്കേഷൻസ് ടു ഇൻകോർപ്പറേറ്റ് ന്യൂ ഐഡിയാസ്. ഇൻകോർപ്പറേറ്റ് ന്യൂ ഐഡിയാസ് ഈ അസിമിലേഷന് ശേഷം വരുന്നത് ഏതാണ്? ഇൻകോർപ്പറേറ്റ് ന്യൂ ഐഡിയാസ്. ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? അസിമിലേഷൻ ആണ്. അസിമിലേഷന് ശേഷം വരുന്നതാണ് അക്കോമഡേഷൻ ആണ്. ആൻസർ ആയിട്ട് വരുന്നത് അക്കോമഡേഷൻ. The next one, in the stage theory of Jean Piaget, he focused on children from birth through adolescence and characterized different stages of development include. Okay, in stages of theory of Jean Piaget, he focused on children from birth through adolescence and characterized different stages of development include. ഏതൊക്കെയാണ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ്, മോറൽ ഡെവലപ്മെന്റ്, മെമ്മറി ഡെവലപ്മെന്റ്, റീസണിംഗ് ഡെവലപ്മെന്റ്. ഇവയെല്ലാം എന്തിൽ വരുന്നുണ്ട്? ബർത്ത് ടു അഡോളസെന്റ് സ്റ്റേജ് വരെയുള്ള ആ ഒരു ഘട്ടത്തിൽ കുട്ടികളിൽ വികസനം നടക്കുന്നുണ്ട്, ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. എന്താണ്? all of these. The next question, which of the following are the assumptions made by Jean Piaget while developing his cognitive stage theory? Which of the following are assumptions made by Jean Piaget? താഴെ പറയുന്നതിൽ ജീൻ പിയാഷെയുടെ അസംഷനിൽ, കാഴ്ചപ്പാടിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാര്യം എന്താണ്? Children learn things on their own without influence from adult or older children. Children learn things on their own without influence from adult or older children എന്നുള്ളതാണോ? Children build their own knowledge based on their experiences എന്നുള്ളതാണ്. Children are motivated to learn by nature. They don't need reward or motivation എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ എല്ലാം എന്ത് തന്നെയാണ്? ഈ കുട്ടികൾ അറിവുകൾ നേടുന്നതിന്റെ ഭാഗമായിട്ട് എടുത്തു പറയുന്നതാണ്, അസംഷനിൽ വരുന്നതാണ്. The next one, a type of thought where a word or object is used to represent something other than itself is called. A type of thought where a word or object is used to represent.
a word or object is used to represent something other than itself is called. ഫോർമൽ ആണോ, സിംബോളിക് ആണോ, കോൺക്രീറ്റ് ആണോ, അനലിറ്റിക്കൽ ആണോ? എന്താണ്? എ ടൈപ്പ് ഓഫ് തോട്ട് ആണ്. അതൊരു ടൈപ്പ് ഓഫ് തോട്ട് ആണ്. എന്തെന്നാണ് പറയുന്നത്? എ വേർഡ് ഓർ ഒബ്ജക്റ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് സംതിങ്. എ വേർഡ് ഓർ ഒബ്ജക്റ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് സംതിങ്. നമ്മൾ അത് മെൻഷൻ ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഏതാണ്? സിംബോളിക് എന്നുള്ളതാണ്. വേർഡ് ഓർ ഒബ്ജക്റ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് സംതിങ്. സിംബോളിക് തോട്ട് ആണ്. The next one, the thought that follow allows children to solve problems without physically encountering things in the area real world is known as. In the real world is known as. എന്താണ്? The thought that allows children to solve problems without physical encountering. Without physical encountering. പ്രാക്ടിക്കലിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള സ്റ്റേജ് എന്നുള്ളതാണ്. പ്രാക്ടിക്കലി പിന്നെ പ്രാപ്തി നേടുന്നതിന് മുമ്പുള്ള സ്റ്റേജ് ഏതാണ്? ഓപ്പറേഷണൽ സ്റ്റേജ്. The next one, the first psychologist who made systematic study of cognitive development was Arana Jean Piaget. The next question, which of the following are characteristics of Piaget's study? ഏതാണ് Piaget's study യുടെ characteristics ആയിട്ട് എടുത്തു പറയുന്നത്? It is concerned with children rather than all learners. If it is focused on development rather than learning. It proposed discrete stages of development marked by qualitative differences. എല്ലാം എന്ത് തന്നെയാണ്? ജീൻ പിയാഷെയുടെ തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. The next question, Piaget's cognitive development was a progressive organization of mental process as a result of. Piaget's cognitive development was a progressive reorganization of mental process as a result of. Progressive reorganization of mental process as a result of. എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ബയോളജിക്കൽ മെച്ചുറേഷൻ ആണോ, എൻവയോൺമെന്റൽ മെച്ചുറേഷൻ ആണോ? എല്ലാ രണ്ടും ഉണ്ടോ? എന്താണ്? ബോത്ത് ഓഫ് ദീസ്. എന്തൊക്കെയാണ്? ബയോളജിക്കൽ മെച്ചുറേഷൻ ആൻഡ് എൻവയോൺമെന്റൽ മെച്ചുറേഷൻ. According to Piaget, intellectual growth is a process of adaptation to the world which happens through. According to Piaget, intellectual growth is a process of adaptation to the world which happens through ഏതാണ്? Assimilation, accommodation, equilibrium. ഇവ മൂന്നിലൂടും ആണ് എന്തെന്ന് പറയുന്നത്? അഡാപ്ഷൻ നേടുന്നത്. Assimilation, accommodation, equilibration. Okay, the next question, which of the following statement is correct? ഏതാണ് correct ആയിട്ടുള്ള statement? Teachers should engage with themselves and help students to ask questions. Teachers should engage with themselves and help students to ask questions. Teachers should engage with the syllabus and keep students engaged in various tasks. Teachers should engage with the students and ask them questions. Teachers should engage with the students and ask them questions. അതാണ് ഏതെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. Then last question, according to Piaget's stage theory for development, it requires. According to the Piaget stage theory for development, it requires ability to think, ability to move thought forward, biological maturation, none of this. ഏതാണ് required ആയിട്ടുള്ളത്? ബയോളജിക്കൽ മെച്ചുറേഷൻ. ഇത്രയുമാണ് ജീൻ പിയാഷെയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ആയിട്ടുള്ളത്. ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് കണ്ടുപഠിക്കുക. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്.